ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപ്പന്ന പ്രദർശനമേളയായ ഗൾഫ് ഫുഡിന് ദുബായിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. 5 ദിവസത്തെ മേളയിൽ 195 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. പങ്കാളിത്ത രാജ്യമായ ഇന്ത്യയിൽ നിന്നും റെക്കോർഡ് 161 ഭക്ഷ്യോൽപാദകരാണ് ഗൾഫ് ഫുഡിനെത്തുക. ഗൾഫ് ഫുഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മേളയ്ക്കാണ് ഇത്തവണ ദുബായ് ഒരുങ്ങുന്നത്. വേൾഡ് ട്രേഡ് സെന്റർ, ദുബായ് എക്സ്പോ സിറ്റി എന്നിങ്ങനെ 2 വമ്പൻ വേദികളിലായാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപ്പന്ന പാനീയമേള നടക്കുക. മുൻ വർഷങ്ങളിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ മാത്രമായിരുന്നു വേദി. ജനുവരി 26 മുതൽ 30 വരെ നടക്കുന്ന മേളയിൽ 195 രാജ്യങ്ങൾ പങ്കെടുക്കും. ആകെ 8500-ലധികം ഭക്ഷ്യോൽപ്പന്ന നിർമ്മാതാക്കളും വിതരണക്കാരും മേളയ്ക്കെത്തും. ഇന്ത്യയാണ് ഇത്തവണ പങ്കാളിത്ത രാജ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പവലിയൻ മുൻവർഷത്തിന്റെ ഇരട്ടി വലുപ്പമുണ്ടാകും. 161 സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ നിന്നും മേളയിൽ പങ്കെടുക്കുക. ആകെ 2,80,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് മേളയുടെ വേദി ഒരുക്കുന്നത്. റീറ്റെയിൽ രംഗത്തിന് വലിയ പ്രാധാന്യമുള്ള മേള കൂടിയാണ് ഗൾഫ് ഫുഡിന്റെ 31ാമത് എഡിഷൻ. UAE-യിലെ റീറ്റെയിൽ വ്യാപാരികൾക്ക് പുറമെ ഇന്ത്യ, ചൈന, മലേഷ്യ, തായ്ലൻഡ്, സെനഗൽ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെ റീറ്റെയിൽ വ്യാപാര ശൃംഖലകൾ കൂടി മേളയ്ക്കെത്തും. ജബൽ അലിയിലെ എക്സിബിഷൻ സെന്ററിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 450 ദിർഹമാണ് ഗൾഫ് ഫുഡിലേക്കുള്ള പ്രവേശന ടിക്കറ്റിന്റെ വില. മാതൃഭൂമി ന്യൂസ്, ദുബായ്.